11/5/24 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ അള്ളാഹുവിനെ ലഭിച്ചു. അപ്പോൾ നേരെയാകൂ, അതായത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹമായി മനസ്സിലാക്കുന്നത് തന്നെയാണ് തലകീഴായവരാവുക എന്നത്. ചോദ്യം: ഏതൊരു കാര്യം മനസ്സിലാക്കുന്നവർക്കാണ് പരിധിയില്ലാത്ത വൈരാഗി ആകുവാൻ സാധിക്കുന്നത്? ഉത്തരം: പഴയ ലോകം ഇപ്പോൾ ഹോപ്പ്ലെസ് ആണ്, ശ്മശാനം ആകേണ്ടതുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയെങ്കിൽ പരിധിയില്ലാത്ത വൈരാഗി ആകുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പുതിയ ലോകം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളെ പരിധിയില്ലാത്ത വൈരാഗിയാക്കി മാറ്റും. നിങ്ങളുടെ മനസ്സ് ഈ ശ്മശാനത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു. ഓം ശാന്തി. വാസ്തവത്തിൽ ഡബിൾ ഓം ശാന്തിയാണ്. കാരണം 2 ആത്മാക്കളുണ്ട്. 2 ആത്മാക്കളുടെയും സ്വധർമ്മം ശാന്തിയാണ്. ബാബയുടെയും സ്വധർമ്മം ശാന്തിയാണ്. കുട്ടികൾ അവിടെ ശാന്തിയിൽ വസിക്കുന്നു. അതിനെ പറയുന്നത് തന്നെ ശാന്തിധാമം എന്നാണ്. ബാബയും അവിടെ വസിക്കുന്നു. ബാബയാണെങ്കിൽ സദാ പാവനമാണ്. പിന്നെ ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർ പുനർജന്മമെടുത്ത് അപവിത്രം ആകുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് അറിയുന്നുണ്ട്. പരംപിത പരമാത്മാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. ആ ഒന്നിൻ്റെ മഹിമയാണല്ലോ. ആ ഒന്ന് സർവരുടെയും പിതാവാണ്, സർവരുടെയും സദ്ഗതി ദാതാവുമാണ്. അപ്പോൾ എല്ലാവർക്കും പിതാവിൻ്റെ സമ്പത്തിന്മേൽ അവകാശം തീർച്ചയായും ഉണ്ട്. പിതാവിൽ നിന്നും എന്ത് സമ്പത്താണ് ലഭിക്കുന്നത്? കുട്ടികൾ അറിയുന്നുണ്ട്, ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് തന്നെയായിരിക്കും നൽകുക. നൽകുന്നതും തീർച്ചയായും നരകത്തിൽ വെച്ചായിരിക്കും. നരകത്തിൻ്റെ സമ്പത്ത് നൽകിയത് രാവണനാണ്. ഈ സമയം എല്ലാവരും നരകവാസിയാണല്ലോ. അപ്പോൾ തീർച്ചയായും സമ്പത്ത് രാവണനിൽ നിന്നും ലഭിച്ചതാണ്. നരകവും സ്വർഗവും രണ്ടുമുണ്ട്. ഇതാരാണ് കേൾക്കുന്നത്? ആത്മാവ്. അജ്ഞാനകാലത്തിലും എല്ലാം ആത്മാവാണ് ചെയ്യുന്നത്. എന്നാൽ ദേഹാഭിമാനം കാരണം വിചാരിക്കുന്നു ശരീരമാണ് എല്ലാം ചെയ്യുന്നതെന്ന്. നമ്മുടെ സ്വധർമ്മം ശാന്തിയാണ്. ഇത് മറന്നു പോകുന്നു. നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. സത്യഖണ്ഡം തന്നെയാണ് പിന്നെ അസത്യഖണ്ഡമാകുന്നത്. ഭാരതം സത്യഖണ്ഡമായിരുന്നു. പിന്നെ രാവണ രാജ്യവും അസത്യഖണ്ഡവുമാകുന്നു. ഇത് കോമൺ കാര്യമാണ്. മനുഷ്യർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? കാരണം ആത്മാവ് തമോ പ്രധാനം ആയിരിക്കുന്നു. അതിനെ കല്ലുബുദ്ധി എന്ന് പറയുന്നു. ആരാണോ ഭാരതത്തെ സ്വർഗമാക്കിയത്, പൂജ്യം ആക്കിയത്, ആ ഒന്നിനെ തന്നെ പൂജാരിയായി അധിക്ഷേപിക്കുന്നു. ഇതിലും ആരുടെയും തെറ്റില്ല. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ഡ്രാമ എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടത്, എങ്ങനെയാണ് പൂജ്യരിൽ നിന്നും പൂജാരിയായത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. എന്നാൽ മനുഷ്യർ തീർത്തും മറന്നുപോയി. ഈ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിന് വേണ്ടിയിരുന്ന് ഉണ്ടാക്കിയതാണ്. ശാസ്ത്രങ്ങൾ ഭക്തി മാർഗത്തിലേക്ക് വേണ്ടി തന്നെയാണ്, ജ്ഞാനമാർഗത്തിന് വേണ്ടിയല്ല. ജ്ഞാനമാർഗത്തിൻ്റെ ശാസ്ത്രം ഉണ്ടാകുന്നതേയില്ല. ബാബ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത്. ദേവതാ പദവിക്ക് വേണ്ടി ബാബ പഠനം പഠിപ്പിക്കുന്നു. പിന്നെ ഇത് പ്രായേണ ഈ ജ്ഞാനം ലോപിച്ചു പോകുന്നു. സത്യയുഗത്തിൽ ശാസ്ത്രങ്ങളൊന്നുമില്ല. കാരണം അത് ജ്ഞാനമാർഗത്തിൻ്റെ പ്രാപ്തിയാണ്. 21 ജന്മങ്ങളിലേക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും
പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. പിന്നീട് രാവണൻ്റെ സമ്പത്ത് ലഭിക്കുന്നു പകുതി കൽപ്പത്തേക്ക് വേണ്ടി. അതിനെ സന്യാസിമാർ കാഷ്ടത്തിന് സമാനമായ സുഖം എന്ന് പറയുന്നു. ദുഃഖം തന്നെ ദുഃഖമാണ്. ഇതിൻ്റെ പേര് തന്നെ ദുഃഖധാമം എന്നാണ്. കലിയുഗത്തിന് മുമ്പെയാണ് ദ്വാപരം. അതിനെ പറയുന്നത് സെമി ദുഃഖധാമം എന്നാണ്. ഇതാണ് ഫൈനൽ ദുഃഖധാമം. ആത്മാവ് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്, താഴെ ഇറങ്ങുന്നത്. ബാബ പടികൾ കയറ്റുന്നു. കാരണം ചക്രത്തിന് തീർച്ചയായും തിരിയേണ്ടതുണ്ട്. പുതിയ ലോകം ഉണ്ടായിരുന്നു. ദേവി ദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. അതിനാൽ സിംഹവും ആടും ഒരുമിച്ച് ജലപാനം ചെയ്യുന്നതായി കാണിക്കുന്നു. അവിടെ ഹിംസയുടെ ഏതെങ്കിലും കാര്യമേയില്ല. അഹിംസ പരമോ ദേവി ദേവതാ ധർമ്മം എന്ന് പറയുന്നു. ഇവിടെ ഹിംസയാണ്. ഏറ്റവും ആദ്യത്തെ ഹിംസയാണ് കാമകഠാരി പ്രയോഗിക്കുന്നത്. സത്യയുഗത്തിൽ വികാരികൾ ആരും ഉണ്ടായിരിക്കില്ല. അവരുടെ മഹിമകൾ പാടുന്നു. ലക്ഷ്മി നാരായണൻ്റെ മഹിമ പാടുന്നുണ്ടല്ലോ, താങ്കൾ സമ്പൂർണ്ണ നിർവികാരിയാണ് എന്ന്. ഈ കലിയുഗം അയൺ ഏജ്ഡ് വേൾഡാണ്. ഇതിനെ ഗോൾഡൻ ഏജ് എന്ന് പറയാൻ സാധിക്കില്ല. ഡ്രാമ തന്നെ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. സത്യയുഗം ശിവാലയമാണ്. അവിടെ എല്ലാവരും പാവനമാണ്. അവരുടെ ചിത്രവുമുണ്ട്. ശിവാലയം ഉണ്ടാക്കുന്ന ശിവബാബയുടെയും ചിത്രമുണ്ട്. ഭക്തിമാർഗത്തിൽ ആ ഒന്നിന് അനേകം നാമങ്ങൾ നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ നാമം ഒന്നാണ്. ബാബയ്ക്ക് തൻ്റേതായ ശരീരമില്ല. സ്വയം പറയുന്നു, എനിക്ക് എൻ്റെ പരിചയം നൽകുന്നതിനും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നതിനും വരേണ്ടി വരുന്നു. എനിക്ക് വന്ന് നിങ്ങളുടെ സർവീസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. ഹേ പതിത പാവന വരൂ. സത്യയുഗത്തിൽ വിളിക്കുന്നില്ല. ഈ സമയത്ത് എല്ലാവരും വിളിക്കുന്നു. കാരണം വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഭാരതവാസികൾക്കറിയാം, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. പിന്നെ ആദ്യ സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. ബാബയും പറയുന്നു, ഞാൻ രാജാക്കന്മാരുടെയും രാജാവാക്കുവാൻ വന്നിരിക്കുന്നു. ഇക്കാലത്താണെങ്കിൽ മഹാരാജാവോ ചക്രവർത്തിയോ മറ്റോ ഒന്നുമില്ല. ഇപ്പോൾ പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യമാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഭാരതവാസികൾ സോൾവെൻ്റ് ആയിരുന്നു. വജ്ര വൈഢൂര്യങ്ങളുടെ കൊട്ടാരങ്ങളിൽ ആയിരുന്നു. പുതിയ ലോകമുണ്ടായിരുന്നു. പിന്നെ പുതിയത് തന്നെ പഴയതായി മാറിയിരിക്കുന്നു. ഓരോ വസ്തുവും പഴയതാവുക തന്നെ ചെയ്യുന്നു. ഏതുപോലെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു, പിന്നെ ഒടുവിൽ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പുതിയതായിരുന്നു, ഇത് പകുതി പഴയതാണ്, ഇത് മധ്യമമാണ് എന്ന് പറയുമല്ലോ. ഓരോ വസ്തുവും സതോയും രജോയും തമോയും ആകുന്നു. ഭഗവാൻ വാച ആണല്ലോ. ഭഗവാൻ എന്നാൽ ഭഗവാൻ തന്നെ. ഭഗവാൻ എന്നാരെയാണ് പറയുന്നത്? ഇതും അറിയുന്നില്ല. രാജാവും റാണിയും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയുള്ളത് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പിന്നെ അവരുടെ അനേകം മിനിസ്റ്റേഴ്സ്. സത്യയുഗത്തിലാണെങ്കിൽ യഥാ രാജ റാണി. വ്യത്യാസം ബാബ പറഞ്ഞു തന്നു. സത്യയുഗത്തിൽ ആരാണോ അധികാരികൾ, അവർക്ക് മിനിസ്റ്ററോ അഡ്വൈസറോ ഉണ്ടായിരിക്കുന്നില്ല. ആവശ്യമേയില്ല. ഈ സമയത്ത് തന്നെയാണ് ശിവ് ബാബയിൽ നിന്നും ശക്തി പ്രാപ്തമാക്കി ആ പദവി നേടുന്നത്. ഈ സമയം ബാബയിൽ നിന്നും ഉയർന്ന നിർദ്ദേശം ലഭിക്കുന്നു. അതിലൂടെ ഉയർന്ന പദവി നേടുന്നു. പിന്നീട് ആരിൽ നിന്നും നിർദ്ദേശങ്ങൾ എടുക്കുകയില്ല. അവിടെ മന്ത്രിയെ ഉണ്ടായിരിക്കുന്നില്ല. മന്ത്രി ഉണ്ടായിരിക്കുന്നത് വാമമാർഗത്തിൽ പോകുമ്പോഴാണ്, വിവേകം നഷ്ടമാകുമ്പോഴാണ്. മുഖ്യമായ കാര്യം വികാരത്തിൻ്റെതാണ്. ദേഹാഭിമാനത്തിലൂടെ തന്നെയാണ് വികാരം ജനിക്കുന്നത്. അതിൽ കാമമാണ് നമ്പർ 1. ബാബ പറയുന്നു, ഈ കാമം മഹാശത്രുവാണ്. അതിൻ്റെ മേൽ ജയം നേടണം. ബാബ വളരെയധികം തവണ മനസ്സിലാക്കിച്ചു തന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നല്ലതോ മോശമോ ആയ സംസ്കാരം ആത്മാവിൽ തന്നെയാണുള്ളത്. ഇവിടെ തന്നെയാണ്
കർമ്മങ്ങളിൽ പശ്ചാത്തപിക്കേണ്ടി വരുന്നത് സത്യയുഗത്തിലല്ല, അത് സുഖധാമമാണ്. ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ സുഖധാമത്തിലെയും ശാന്തിധാമത്തിലെയും നിവാസി ആക്കുന്നു. ബാബ ഡയറക്റ്റായി ആത്മാക്കളോട് സംസാരിക്കുന്നു. എല്ലാവരോടും പറയുന്നു, ആത്മനിശ്ചയ ബുദ്ധിയോടെ ഇരിക്കൂ, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. ഈ ദേഹം വിനാശിയാണ്, നിങ്ങൾ അവിനാശിയായ ആത്മാവാണ്. ഈ ജ്ഞാനം മറ്റാരിലുമില്ല. ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കാരണം ഭക്തിയെ തന്നെ ജ്ഞാനമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തി വേറെയാണ്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഭക്തിയുടെ സുഖം അല്പകാലത്തേതാണ്. കാരണം പാപാത്മാവായി മാറുന്നു, വികാരത്തിലേക്ക് പോകുന്നു. പകുതി കൽപ്പത്തേക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിച്ചു, അത് പൂർത്തിയായി. ഇപ്പോൾ വീണ്ടും ബാബ സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു. അതിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ലഭിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ അറിയുന്നുണ്ട്, ഈ പഴയ ലോകം ശ്മശാനം ആവുക തന്നെ വേണം. ഇപ്പോൾ ഈ ശ്മശാനത്തിൽ നിന്നും മനസ്സ് മാറ്റി ദേവസ്ഥാനമായ പുതിയ ലോകവുമായി മമത്വം യോജിപ്പിക്കൂ. ഏതുപോലെ ലൗകിക പിതാവ് പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ കുട്ടികളുടെ ബുദ്ധിയോഗം പഴയ കെട്ടിടത്തിൽ നിന്നും മാറി പുതിയ കെട്ടിടത്തോട് യോജിക്കുന്നു. ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ബുദ്ധി പുതിയ കെട്ടിടത്തിൽ തന്നെ ആയിരിക്കും. അത് പരിധിയുള്ള കാര്യമാണ്. പരിധിയില്ലാത്ത ബാബ പുതിയ ലോകമായ സ്വർഗം രചിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ഇപ്പോൾ പഴയ ലോകവുമായി സംബന്ധം വേർപെടുത്തി ഒരു പിതാവായ എന്നോട് യോജിപ്പിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകമായ സ്വർഗം സ്ഥാപിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുഴുവൻ പഴയ ലോകവും ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ സ്വാഹ ആകേണ്ടതുണ്ട്. ഈ മുഴുവൻ വൃക്ഷവും തമോ പ്രധാനവും ജീർണിച്ചതും ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പുതിയതാകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പുതിയ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതുപോലെ മനുഷ്യർ രോഗാവസ്ഥയിൽ ഹോപ്പ്ലെസ് ആകാറുണ്ടല്ലോ. ഇവരെ രക്ഷിക്കുന്നത് പ്രയാസമാണ് എന്ന് വിചാരിക്കുന്നു. അതേപോലെ ലോകവും ഇപ്പോൾ ഹോപ്പ്ലെസ് ആണ്. ശ്മശാനം ആകേണ്ടതുണ്ട്. പിന്നെ ഇതിനെ എന്തിനോർമ്മിക്കണം? ഇത് പരിധിയില്ലാത്ത സന്യാസമാണ്. ആ ഹഠയോഗി സന്യാസികൾ കേവലം വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾ പഴയ ലോകം തന്നെ സന്യസിക്കുന്നു. പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകം ആകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ ഒബീഡിയൻസ് സെർവൻ്റ് ആണ്. ഞാൻ കുട്ടികളുടെ സർവീസിനായി വന്നിരിക്കുകയാണ്. എന്നെ വിളിച്ചു, ബാബ, നമ്മൾ പതീതമായിരിക്കുകയാണ്. അങ്ങ് പതീത ലോകത്തിലും പതീത ശരീരത്തിലും വരൂ. നോക്കൂ, എങ്ങനെയുള്ള ക്ഷണമാണ് നൽകുന്നതെന്ന്. പതീതമാക്കുന്നത് രാവണനാണ്. അതിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ കടുത്ത ശത്രുവാണ്. ഈ രാവണൻ വന്നത് മുതൽ നിങ്ങൾക്ക് ആദ്യം മധ്യ അന്ത്യം ദുഃഖമാണ് ലഭിച്ചത്. വിഷയസാഗരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, വിഷം ഉപേക്ഷിച്ച് ജ്ഞാനാമൃതം കുടിക്കൂ. പകുതി കൽപ്പം രാവണ രാജ്യത്തിൽ നിങ്ങൾ വികാരങ്ങൾ കാരണം എത്ര ദുഃഖിതരായി മാറി. ഇരുന്ന് അധിക്ഷേപിക്കാൻ തക്കവണ്ണം ഉന്മത്തരായി മാറുന്നു. ഇത്രയും അധിക്ഷേപിക്കുന്നു. ആ അതിശയം നോക്കൂ. ആരാണോ നിങ്ങളെ പാവനവും വിശ്വത്തിൻ്റെ അധികാരിയുമാക്കുന്നത്, ആ ഒന്നിനെയാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യത്തിൽ പറയുന്നു 84 ലക്ഷം സ്പീഷീസ് എന്ന്. എന്നെ സർവവ്യാപി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതും ഡ്രാമയാണ്. നിങ്ങൾക്ക് തമാശ രൂപേണ മനസ്സിലാക്കിച്ചു തരുന്നു. നല്ലതോ മോശമോ ആയ സ്വഭാവ സംസ്കാരം ആത്മാവിൽ തന്നെയാണുള്ളത്. ആത്മാവ് പറയുന്നു, ഞാൻ 84 ജന്മം എടുക്കുന്നു. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നത്. ഇതും ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് വീണ്ടും ബാബ തന്നെയാണ് വന്ന് എന്താണോ തലകീഴായി പോയത് അതിനെ നേരെയാക്കുന്നു. മധുരമായ കുട്ടികളോട് ബാബ പറയുന്നു, ഇവിടെ നിങ്ങൾ തലകീഴായി ഇരിക്കരുത്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ.
ഇപ്പോൾ നിങ്ങൾക്ക് പിതാവായ അള്ളാഹുവിനെ ലഭിച്ചു. ആ ഒന്ന് നേരെയാക്കുന്നു. രാവണൻ തലകീഴാക്കുന്നു. പിന്നെ നേരെയാക്കുന്നതിലൂടെ നിങ്ങൾ നേരെ നിവർന്നു നിൽക്കുന്നു. ഇത് ഒരു നാടകമാണ്. ഈ ജ്ഞാനം ബാബ തന്നെയാണ് ഇരുന്ന് പറഞ്ഞു തരുന്നത്. ഭക്തി ഭക്തിയാണ്, ജ്ഞാനം ജ്ഞാനമാണ്. ഭക്തി തികച്ചും വേറെയാണ്. ഒരു കുളമുണ്ടെന്നും അവിടെ സ്നാനം ചെയ്താൽ മാലാഖയായി മാറും എന്നും പറയുന്നു. പിന്നെ പറയുന്നു പാർവതിയെ അമരകഥ കേൾപ്പിച്ചു എന്ന്. ഇപ്പോൾ നിങ്ങൾ അമരകഥ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേവലം ഒരു പാർവതിയെയാണോ അമരകഥ കേൾപ്പിച്ചത്? ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അമരലോകമാണ് സത്യയുഗം, മൃത്യുലോകമാണ് കലിയുഗം. ഇതിനെ മുള്ളുകളുടെ കാട് എന്ന് പറയുന്നു. ബാബയെ അറിയുന്നതേയില്ല. പരംപിത പരമാത്മാവേ, ഹേ ഭഗവാൻ എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അറിയുന്നില്ല. നിങ്ങളും അറിഞ്ഞിരുന്നില്ല. നിങ്ങളെ ബാബ വന്ന് നേരെയാക്കി. ഭഗവാനെ അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു പഠിപ്പിച്ച് അള്ളാഹു പദവി നൽകുമല്ലോ. എന്നാൽ ഭഗവാൻ ഒന്നാണ്. ഈ ലക്ഷ്മി നാരായണനെ ഭഗവാൻ ഭഗവതി എന്ന് പറയുകയില്ല. ഇവർ പുനർജന്മത്തിൽ വരുന്നുവല്ലോ. ഞാൻ തന്നെയാണ് ഇവരെ പഠിപ്പിച്ച് ദൈവിക ഗുണങ്ങൾ ഉള്ളവരാക്കിയത്. നിങ്ങളെല്ലാവരും ബ്രദേഴ്സാണ്. ബാബയുടെ സമ്പത്തിൻ്റെ അവകാശിയാണ്. മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. ആസുരീയ സമ്പ്രദായമാണല്ലോ. കലിയുഗമാണെങ്കിൽ ഇപ്പോൾ ഇഴയുകയാണ് എന്ന് പറയുന്നു. ചെറിയ കുട്ടികൾ മുട്ടിൻ്റെ ബലത്താൽ നീങ്ങുന്നത് പോലെ ഇനി വളരെയധികം വർഷങ്ങൾ കിടക്കുന്നു എന്ന് വിചാരിക്കുന്നു. എത്ര അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതും കള്ളിയാണ്. പ്രകാശത്തിൽ ദുഃഖം ഉണ്ടായിരിക്കുന്നില്ല. അന്ധകാരത്തിൽ രാത്രിയിലാണ് ദുഃഖമുണ്ടാകുന്നത്. ഇതും നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിച്ചു കൊടുക്കാനും സാധിക്കുന്നു. ആദ്യം ഓരോ മനുഷ്യനും ബാബയുടെ പരിചയം നൽകണം. 2 പിതാവ് ഓരോരുത്തർക്കുമുണ്ട്. പരിധിയുള്ള പിതാവ് പരിധിയുള്ള സുഖം നൽകുന്നു. പരിധിയില്ലാത്ത പിതാവ് പരിധിയില്ലാത്ത സുഖമായിരിക്കും നൽകുന്നത്. ശിവരാത്രി ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും ബാബ സ്വർഗം സ്ഥാപിക്കുവാൻ വരുന്നു. പാസ്റ്റായ സ്വർഗത്തെ വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തമോ പ്രധാന ലോകമായ നരകമാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എപ്പോഴാണോ ആക്യുറേറ്റ് സമയമാകുന്നത് അപ്പോൾ വീണ്ടും ഞാൻ വന്ന് എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ നിരാകാരൻ ആകുന്നു. എനിക്ക് വായ് തീർച്ചയായും വേണം. കാളയുടെ വായൊന്നും ആയിരിക്കില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വായ് ഉപയോഗിക്കുന്നു. ഈ ഒന്ന് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇതുപോലെ ബാബ ഡയറക്റ്റായി ആത്മാക്കളോട് സംസാരിക്കുന്നു. അതേപോലെ സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കണം. ഈ ശ്മശാനത്തോടുള്ള മമത്വം മാറ്റണം. ഒരിക്കലും കർമ്മത്തിൻ്റെ പശ്ചാത്താപം ഉണ്ടാകാത്ത വിധത്തിലുള്ള സംസ്കാരം ധാരണ ചെയ്യണം. ഏതുപോലെ ബാബ ഡ്രാമയിൽ ഇളകാത്തത് ആയതു കാരണം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അധിക്ഷേപിക്കുന്ന അപകാരികളുടെ മേലും ഉപകാരം ചെയ്യുന്നു. ഇതേപോലെ ബാബയ്ക്ക് സമ്മാനമാകണം. ഈ ഡ്രാമയിൽ കുറ്റം ആരുടേതുമല്ല. ഇത് ആക്യുറേറ്റായി ഉണ്ടാക്കപ്പെട്ടതാണ്. വരദാനം. ഓരോ ചുവടിലും വരദാതാവിൽ നിന്നും വരദാനം പ്രാപ്തമാക്കി പ്രയത്നത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന അധികാരി ആത്മാവായി ഭവിക്കട്ടെ. ആരാണോ വരദാതാവിൻ്റെ കുട്ടികൾ അവർക്ക് ഓരോ ചുവടിലും വരദാതാവിൽ നിന്നും വരദാനം സ്വതവേ തന്നെ ലഭിക്കുന്നു. വരദാനം തന്നെയാണ് അവരുടെ പാലന. വരദാനങ്ങളുടെ പാലനത്തിലൂടെ തന്നെയാണ് പാലിക്കപ്പെടുന്നത്. പ്രയത്നമില്ലാതെ ഇത്രയും ശ്രേഷ്ഠ പ്രാപ്തികൾ ഉണ്ടാകുന്നതിനെ തന്നെയാണ് വരദാനം എന്ന് പറയുന്നത്.
അപ്പോൾ ജന്മജന്മങ്ങളിൽ പ്രാപ്തിയുടെ അധികാരിയായി മാറി. ഓരോ ചുവടിലും വരദാതാവിൻ്റെ വരദാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, സദാ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അധികാരിയായ ആത്മാവിന് ദൃഷ്ടിയിലൂടെ, വാക്കിലൂടെ, സംബന്ധത്തിലൂടെ വരദാനങ്ങൾ തന്നെ വരദാനമാണ്. സ്ലോഗൻ: സമയത്തിൻ്റെ വേഗത അനുസരിച്ച് പുരുഷാർത്ഥത്തിൻ്റെ വേഗത തീവ്രമാക്കൂ. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ: സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ: ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ: സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂല ദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ: ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ: ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശ ബിന്ദുവായി സഞ്ചരിക്കുന്നു.
ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീരസഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.